ഹായ് ഗായ്സ്, നമ്മളുള്ളത് നമ്മുടെ തോപ്പുംപടി ഹാർബറിലാണ്ടാ. 5 മണിക്ക് ഇവിടെ ലേലം തുടങ്ങും. നമുക്ക് ആ ലേലത്തിന്റെ കാഴ്ചകൾ കാണാം. ഇവിടെ ഒരുപാട് മീൻ വന്ന് കയറിയിട്ടുണ്ടാ. അയിലക്കുട്ടന്മാരും വറ്റയും ഒരുപാട് മീൻ, ശീലാവും, അങ്ങനെ ഒരുപാട് മീനുകൾ ഇവിടെ കയറിയിട്ടുണ്ട്. അയിലിങ്ങനെ കൂട്ടിയിട്ടാണ് ലേലം വിളിക്കാണ്ട് കൂട്ടിയിട്ടാണ്. അപ്പോൾ 5 മണിക്ക് നമ്മുടെ ലേലം തുടങ്ങുന്നത്. ഈ ഫിഷിംഗ് ബോട്ടിൽ നിന്ന് മീനുകൾ ഇറക്കിക്കൊണ്ടിരിക്കണേ. അവർ ഇറക്കാനുള്ള എളുപ്പത്തിലാണ്ടാ മീനിങ്ങനെ പലക വെച്ചിട്ട് തീട്ടിച്ചിറക്കണം. നമ്മൾ ബോട്ടിലായി കഴിഞ്ഞാൽ പൊക്കി ഇറക്കാനായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കൂട്ടുകാരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത് മീൻ ഇറക്കണ കാഴ്ച ഉണ്ടോ. പിന്നെ തളയനും കുട്ടൻ മീനിൻ്റെ പൊടിയും കുറഞ്ഞ കിളിയും അങ്ങനെ ഒരുപാട് മീൻ തരങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വറ്റപ്പാര അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടത് തളയനൊക്കെ കിടക്കണുണ്ട്. ഒരുപാടുണ്ടായിരുന്നുണ്ടോ മീനൊക്കെ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ തിരക്കായി തന്നെ ഉള്ളൂ. നമ്മളിപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഇവിടെ ലേലം വിളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ലേലം വിളിക്കുന്നുണ്ടോ കേട്ടോ. അപ്പം തന്നെ വിളിക്കണ മീൻ അപ്പം തന്നെ ലേലം വിളിച്ച് അവിടെ നിന്ന് മാറ്റിയുണ്ട്. അവിടെ നിന്ന് മാറ്റിയിട്ട് ഐസ് അടിച്ച് മാറ്റിയാണ്. അപ്പം തന്നെ ഞാൻ നടന്നു. അവിടെ നിന്ന് മാറിയപ്പോൾ കണ്ടതേ നോഹസാർക്ക് എന്ന് പറയുന്ന ബോട്ടിൽ നിന്ന് ഒരു മീൻ ഇറക്കണുണ്ട്. ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. 2 ആൾ താങ്ങി പിടിച്ചിട്ടാണ് നമ്മുടെ കേരക്കുട്ടിനെ ഇറക്കുന്നത്. ഞാൻ വിചാരിച്ച് അവർക്ക് മാത്രം കുറഞ്ഞ മീനുണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. കണ്ട 2 ചേട്ടന്മാർ അവിടെ നിന്ന് മഴയൊന്നും അവർ കാര്യമൊക്കെ ഉള്ളു, അത്ര മീനുള്ളതുകൊണ്ട്. ആ മഴയത്ത് നല്ല തൂക്കി പിടിച്ചിട്ടുണ്ടാവുന്നു. 2 ആൾ പിടിച്ചത് കിടക്കണ കിടപ്പ് കണ്ട. ഒരെണ്ണം തന്നെ ഒരു 10-70 കിലോ മേളിൽ തൂക്കം വരുന്ന ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറുതുമുണ്ട്, അതുപോലെ വലുത് 10-70 കിലോ ഉള്ളതൊക്കെ ഉണ്ട്. നമ്മ ആദ്യം കണ്ട ഫിഷിംഗ് ബോട്ടല്ല കേട്ടോ. ഇത് ഗില്ലറ്റ് ബോട്ടാണ് കേട്ടോ. ഗില്ലറ്റ് ബോട്ടിലാണ് ഇങ്ങനത്തെ വലിയ വലിയ മീനുകൾ ഒഴുക്ക് വലയിട്ടാണ് അവർ ഇങ്ങനത്തെ മീനുകളെ പിടിക്കുന്നത്. നല്ല വലിയ കേരയും കുടുത്തയും എന്താ പറയുക ചെയിൻ കവറും ഓലക്കൊടിയിലും എല്ലാത്തരം മീനുകൾ ഇവരുടെയിലും ഉണ്ടാവും കേട്ടോ. അവർ ഈ കഴുകിക്കളയണത് ആ മീനിൻ്റെ ചോരയുണ്ട്. അവർ പിടിച്ച് അപ്പം തന്നെ ഫ്രീസ് ചെയ്ത് സ്റ്റോറിനകത്ത് ഫ്രീസ് ചെയ്ത് വെക്കണോണ്ടേ ആ സമയത്ത് ചോരയും കാര്യങ്ങളൊക്കെ വരുന്നത് അവർ അപ്പോഴൊന്നും ചെയ്യില്ല. അതിവിടെ വന്ന് കൊടുക്കണ മുമ്പായിട്ട് കഴുകി ക്ലീനായിട്ടാണ് ലേലം വിളിക്കാനായിട്ട് അവർ കൊടുക്കണം കേട്ടോ. അതാണ് ഇവിടെ ഇട്ട് കഴുകി ക്ലീനായിട്ട് കൊടുക്കുന്നത്. ഒരുപാട് ചോരയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്റ്റോറിൻ്റെ അകത്തായാലും. അവർ പിടിച്ചിടാൻ നേരത്തേക്ക് അത് പിടച്ച് അത് ചോരയൊക്കെ വന്നിട്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഫ്രഷാക്കി ക്ലീനാക്കിയിട്ടാണ് ലേലം വിളിക്കാനായിട്ട് അവർ കൊടുക്കുന്നത്. ഈ ഇറക്കണ മീനില്ല, ഒരു മാസം അധ്വാനിച്ച മീനാണ് അവർ ഇറക്കണം. ഒരു മാസം കടലിൽ കിടന്ന് അധ്വാനിച്ച് പിടിച്ച് സ്റ്റോർ ചെയ്ത് അവർ കൂട്ടി വെച്ച മീനാണ് അവർ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. ഇതാണ് അവരുടെ സ്റ്റോർ റൂം. ഇത് കണ്ട താഴ്ത്തുന്ന ഒരു അണ്ണൻ കുക്കിയിൽ കൊളുത്തി മേളിലോട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വെച്ചേക്കണത്. അത് വേറെ ഒന്നും അല്ല കേട്ടോ, പെട്ടെന്ന് മെൽറ്റായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല അതിൻ്റെ സ്കിന്ന് മറ്റേ കുടുത അഥവാ കുടുക്കയുടെ പോലെ തന്നെ നല്ല ലൈറ്റായിട്ടുള്ള ഗിൽറ്റ് പോലത്തെ ഇതുണ്ടാവും. അത് പോവാണ്ടിരിക്കാനായിട്ടാണ് കണ്ടത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടതേ ലേലം വിളിക്കുന്ന കാഴ്ചയാണ്. കണ്ടത് ഇത് തിരക്കാണെന്ന് നോക്കി. ഒരു പൂരത്തിൻ്റെ പ്രതീതി ആയിരുന്നു കേട്ടോ. ഒരു പൂരപ്പറമ്പിലുള്ള അത്ര ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ലേലം വിളിക്കാനായിട്ടും മീനെടുക്കാനായിട്ടും സ്റ്റോർ ചെയ്യാനായിട്ടും ഐസ് അടിക്കാനായിട്ടും അവിടെ ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ. പണിക്കാർ ചേട്ടന്മാർ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ കൂട്ടിയിട്ടായിരുന്നു ഇത് വിളിക്കാനായിട്ടാണ്. ആ ചേട്ടൻ ഇങ്ങനെ മറിച്ച് ഇരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അമക്കി നോക്കിയിട്ടൊക്കെ അത് നല്ലതാണോ നല്ല മീനാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട് ആൾക്കാർ ഓരോന്നൊക്കെ വാങ്ങുന്നത്. ഇപ്പം ഒരു 8 മീനൊക്കെ വിളിക്കുന്ന 23,000, 24,000, 25,000, 30,000, 60,000, 70,000 ഒക്കെ വരെ വിളിക്കുന്നുണ്ട് കേട്ടോ. ലക്ഷങ്ങൾ വരെ വിളിക്കുന്നുണ്ട് ചിലർ. അത് മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും നല്ല മീനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ വിളിക്കുന്നത്. അതൊരു സ്ഥിരം എടുക്കുന്ന ആൾക്കാർക്ക് അത് ക്ലിയർ ആയിട്ട് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു മീൻ. നമ്മൾ ഈ കാണുന്ന പോലെ വലിയ നല്ല സൈസാണ്. ഒരു 10-90 കിലോ വരുന്ന മീനാണ് കിടക്കുന്നത്. അത് ക്യാമറയിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. നേരിട്ട് അവിടെ പോയി കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത് ശരിക്കും.
ഒരു 5 മണിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ഒരു 5 മണിയാകുമ്പോൾ പോയാൽ നിങ്ങൾക്ക് ഈ കാഴ്ച കാണാം. നല്ല കിടിലം മഴയാണ്. അതൊന്നും ഒരു കാര്യമാക്കണ്ട. നല്ല അടിപൊളി ലേലം വിളിയാണ്ട് ഇവിടെ നടക്കണം. ഈ ഐസ് അവിടെ ആ മെഷീനിലിട്ട് പൊട്ടിച്ചെടുക്കണ വേറെ ഒന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ലേലം വിളിച്ചെടുത്ത മീനുകൾ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അതെല്ലായിടത്തും അവിടെ തന്നെ മാറ്റി ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ടാണ്. ഇതുപോലെ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് അവിടെ കിടക്കുന്ന ആ വണ്ടിയിൽ കയറ്റി അവർ വേറെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകും. അത് പെട്ടെന്ന് അത് ചീത്താവാണ്ടിരിക്കാനായിട്ടാണ് ഇതേപോലെ താഴത്തും മേളിലൊക്കെ ആയിട്ട് ഐസ് ഇട്ട് അതിൻ്റെ മേളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നല്ല നല്ല അടിപൊളിയായിട്ടാണ് ആ ചേട്ടൻ വെക്കുന്നത്. തോപ്പുംപടി ഹാർബർ ആയതുകൊണ്ട് പറയണല്ലോ കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പോയ സമയത്ത് മഴയാണെങ്കിലും ആൾക്കാർ നനഞ്ഞ് നിന്നിട്ടാണ് അവിടെ പണിയെടുക്കണേ. സമ്മതിച്ചു കൊടുക്കണം. മഴയൊന്നും അവർക്കൊരു കാര്യമില്ല. നല്ല അടിപൊളി ചേട്ടന്മാരാണ് എല്ലാവരും. ഞാൻ ഈ ഐസിയാണ് കണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ലേലം വിളി കണ്ടിട്ടോ, നമുക്കത് കാണാം. ലേലം വിളിക്കുന്ന സമയത്ത് അപ്പം തന്നെ വിളിച്ച് പെട്ടെന്ന് പണി തീർക്കേണ്ട. പെട്ടെന്ന് ലേലം വിളിച്ച് അവിടെ ഉള്ളവർ വിളിച്ച് മാറ്റണം. പിന്നെ നല്ല നമ്മുടെ തേരണ്ടിക്കുട്ടന്മാരോടെ കിടപ്പുണ്ട് കേട്ടോ. അധികം ഇല്ലെങ്കിലും 4-5 ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമാണ് ഇതിങ്ങനെ കാണാനായിട്ട്. നെഞ്ചും പിരിച്ച് കിടക്കണണ്ട. ചൂണ്ടയിട്ട് പിടിച്ചേണ്ടത്. ചൂണ്ടയുടെ കൊളുത്തൊക്കെ അതിൻ്റെ വായിലിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ താഴ്ത്തി കിടക്കണ്ട. അടുത്ത വിളിക്കാനുള്ള ഇത് അവർ കൂട്ടി വെക്കണം. എനിക്ക് കാണാം. നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അവിടെ പോയി ലേലത്തിന് വിളിച്ചെടുക്കാം കേട്ടോ. നിസ്സാര വിലക്ക് നമുക്ക് അവിടെ നിന്ന് മീൻ കിട്ടും. ഇന്നത്തെ ടോപ്പർ ഇവനാട്ടോ, നോഹ സാർക്ക്. ആ ബോട്ടിൽ നിന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മീൻ ഇറക്കിയേക്കണം. അവൻ്റെ ദിവസമാണ് ഇന്ന്. നമുക്ക് എന്തെങ്കിലും വീട്ടിൽ ആവശ്യമുള്ളപ്പോഴേക്കും നമുക്ക് ചെന്ന് നേരിട്ട് വിളിച്ചെടുക്കാൻ പറ്റും കേട്ടോ മീനുകൾ. അതുപോലെ ഒരുപാട് ആൾക്കാർ വന്ന് വിളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയുള്ള മീനല്ല ഇവിടെ കിടക്കണതല്ല. ആൾക്കാർ വലിച്ചുണ്ടാവണം, 2 കൈയിലും പിടിച്ച് വലിച്ചുണ്ടാവണം. അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്. നല്ല 10-50 കിലോ വെയിറ്റ് തന്നെ മീനുകളാണ് ഇപ്പോൾ ഇറക്കിയേക്കുന്നത്. കണ്ട അടുത്ത ഇനി ലേലം വിളിക്കാനുള്ളതാണ് കേട്ടോ ഈ ഇടുന്നത്. ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി ഇടുന്നത് വേറെ ഒന്നിനുമല്ല, ഒരുമിച്ച് ഒരേ സൈസുള്ളതിനെ കൂട്ടി വെച്ചിട്ട് വിളിക്കാനായിട്ടാണ്. കണ്ട ഇപ്പോൾ കൊണ്ടുവന്ന ഐറ്റം കണ്ട. അതേപോലത്തെ വെയിറ്റുള്ള നല്ല ഗടാഗടിയന്മാരായിട്ടുള്ള കേരക്കുട്ടന്മാരാണ് പിന്നെ ഇവിടുത്തെ ഹീറോകൾ. ആ ചേട്ടൻ വേറൊന്നിനും കൊണ്ടല്ല ഇങ്ങനെ മറിച്ചിരുന്നത്, അതെല്ലാവരും കാണാനായിട്ടാണ്. പോകും 2 വശവും ആൾക്കാരെ കാണിച്ചു കൊടുത്ത് ലേലം വിളിക്കണേട്ടാ. ഏകദേശം 19,000 രൂപക്കാട്ടോ ആ മീൻ അവർ വിളിച്ചെടുക്കുന്നത്. അപ്പോൾ അതേ അടുത്ത ലേലം വിളിയാണ്. ലേലം വിളിച്ച് അപ്പം തന്നെ മാറ്റേണ്ട. അപ്പോൾ അതേ അടുത്തുള്ള ബോട്ടിൽ നമ്മൾ കണ്ട കാഴ്ചയാണ്. അടുത്ത ചെയിൻ കവറും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ചെയിൻ കവർ, കുടുത അഥവാ കുടുക്ക, ആ മീനുകൾ അവിടെ കൂട്ടിയിട്ടുണ്ടായി. അതേ ഇത് കണ്ട 2 പേര് പിടിച്ചിട്ടാണ് ഈ ഒരു മീൻ ഇറക്കുന്നത്. അത്രയ്ക്ക് വലിയ മീനുകളുണ്ട് അവിടെ ഹാർബറിൽ നിന്ന് കയറി. ആ ചേട്ടൻ അപ്പോഴും അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കണ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഐസ് പൊട്ടിച്ചിട്ട് വേണ്ട. മൊത്തം ഐസ് പൊട്ടിച്ച് ഫ്രീസ് ചെയ്യാനാണ്. എന്തോരം മീൻ അവിടെ കയറിയാലും അവരപ്പം തന്നെ ഐസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് അവർ മാറ്റും. അതിനുള്ള കരുത്ത് അവർക്കുണ്ട് കേട്ടോ. യൂണിയനാണ് അവർ, യൂണിയൻകാരാണ്. കണ്ട നല്ല അടിക്ക് നല്ല സെറ്റാക്കി ഐസ് ഇട്ട് വെച്ചാൽ കണ്ട നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല തിരക്കാണ്. ലേലം വിളിക്കാനും വിളിച്ചെടുക്കാനും. അതല്ലാണ്ട് അപ്പുറത്ത് നമ്മൾ ലേലം വിളിച്ചെടുക്കുന്ന മീൻ അപ്പുറത്ത് തന്നെ അവർ ചെറിയ പീസുകളായിട്ട് നമുക്ക് കറിക്കായിട്ടുള്ള ആവശ്യത്തിന് കട്ട് ചെയ്ത് തരുന്ന ആൾക്കാരും വേറെ സൈഡിലുണ്ട്. നമുക്ക് ആ വീടിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ എടുക്കാനാണെങ്കിൽ അവിടെ ചെന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർക്ക് ചില്ലറ കൊടുത്താൽ മതി. അവർ കട്ട് ചെയ്ത് ഒരു കിറ്റിനകത്താക്കി അവർ തന്നു വിടും. നമ്മൾ ആദ്യം കണ്ട ബോട്ടിൽ നിന്ന് ഇപ്പോഴും മീൻ ഇറക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ. നേരം വെളുത്ത് എന്നിട്ട് ആ മീൻ ഇറക്കി കഴിഞ്ഞിട്ടില്ല. കുറേ അയിലയും പിന്നെ പൊടിമീനും ഒരുപാട് മീൻ അവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ശീലാവായാലും ഒരുപാട് മീൻ അവർ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ബോട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതേ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടാ കണ്ട. അതവിടെ പൊടിയാണ് നമ്മുടെ ഈ പല്ലിമീൻ, കുട്ടൻ, അതിൻ്റെയൊക്കെ പൊടികളാണ് കേട്ടോ. ചെറിയ മീനാണ്. അതൊരു വേസ്റ്റായിട്ട് മാറ്റണതാണ്. ആ മീൻ ഇവിടെ പൊടിക്കാനായിട്ട് കൊടുക്കണം കേട്ടോ. മൊത്തം കൂന പോലെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മതേ ഇറങ്ങിയാണ്ട തോമ്പടി ഹാർബറിൽ നമ്മൾ ഇറങ്ങി വീട്ടിലോട്ട് പോകണേ. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മതേ വണ്ടി എടുത്ത് പോകാൻ വേണ്ടി പോണേണ്ട. പുറത്തെ റോഡാണിത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.